ICU മൂവി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് ICU മൂവി ടീമാണ്. വെൽക്കം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ICU എന്ന് പറയുന്ന പേര് എഴുതിയത് തന്നെ വളരെ നമുക്കിങ്ങനെ സംശയം തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ICU നിങ്ങളുടെ സിനിമയും തമ്മിൽ എന്തെങ്കിലും ബന്ധം? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ എഴുതിയതാണ്. അതെ, ആരെയോ നിങ്ങൾ പൊളിച്ച് അത് അപ്പൊ ആരാണ് ആ തിരിഞ്ഞു നിൽക്കുന്ന മൊട്ട എന്നുള്ളതാണ് സസ്പെൻസ്. പറയൂ, എന്താണ് ICU സിനിമ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫിസിക്കൽ ആയിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളുണ്ട്. ത്രില്ലറാണ് ഈ സിനിമയുടെ ജോണറായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലത്തെ സിനിമകളുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമ അങ്ങനൊരു സസ്പെൻസ് പരിപാടികളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ബിബിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കുറച്ചുകൂടി സ്പെഷ്യലാണ്. 13ാമത്തെ വർഷമാണ് രാവിലെ തുടങ്ങിയിട്ട് സൂചിപ്പിച്ചു കൊടുത്തു വിട്ടേക്കണ കേട്ടോ. അല്ല, അതല്ലേ സത്യല്ലേ? 12ാമത്തെ സിനിമയല്ലേ? അല്ല, 11 ഇൻക്ലൂഡഡ് ആണ് ഈ സിനിമ. ഓക്കെ, അപ്പൊ എത്രമാത്രം സ്പെഷ്യലാണ് ICU സ്പെഷ്യൽ ആവുന്നത് ഒരുപാട് അഭിനയിച്ചതിന്റെ ഇതിലല്ല. ഇപ്പൊ ഈവൻ ഫസ്റ്റ് കൊല്ലമില്ലേ അഭിനയിച്ച ഒരു ചെറിയ ആ കൊല്ലവും ഞാൻ ഇതേ ഹാപ്പിയാ. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറൊരു പരിപാടിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഈ പടം സ്പെഷ്യൽ ആവുന്നത് ഒന്ന് താൻ തോന്നി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ജോർജ് ഏട്ടൻ്റെ ഡയറക്ഷനിൽ ഒരു പടം, പിന്നെ ഇതിൻ്റെ റൈറ്റർ സന്തോഷ് ഏട്ടൻ എഴുതിയ ഇതിൻ്റെ ബലമുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അഭിനയിക്കാത്ത കോ സ്റ്റാർസാണ്. അത് ശ്രീകാന്തേട്ടനായാലും ബാബുചേട്ടനായാലും മുരളി ഗോപി ചേട്ടനായാലും ഇദ്ദേഹമായാലും ഇനിയുണ്ട് മീര വാസുദേവ് അല്ലേ, നവാസ് കുന്നംപറമ്പിൽ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയുമാണ്. ഈ കോംബോ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? സത്യത്തിൽ നമ്മൾ അതുവരെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ മൈൻഡ് സെറ്റ് പ്രീ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയും സിനിമയുടെ ഇമേജും ഒക്കെ നമ്മളെ ബാധിച്ചിട്ട് നമ്മൾ പ്ലാൻഡ് ആക്കി വെച്ചിട്ടുണ്ടാവും. അതങ്ങോട്ട് ബ്രേക്ക് ആവും. നമ്മൾ ഇവരുടെ ആരാധകരായതുകൊണ്ട് നമ്മൾ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനൊക്കെ ഇത് അറിയാമോ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. അങ്ങനെ ഒരു ബോണ്ട് എവിടെ വെച്ചാൽ ഇപ്പം ശ്രീകാന്തനായാലും എവിടെ വെച്ചിട്ടാലും എടാ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള ഒരു കമ്പനിയോ. ബാബുരാട്ടിനെ ഞാൻ ഇടയ്ക്ക് അമ്മയുടെ കാര്യത്തിൽ നേരത്തെ ബാബുരാട്ടിനെ എല്ലാ കാര്യവും ബോധർ ചെയ്യുന്ന ആളാണ്. എനിക്ക് അങ്ങനെ മനസ്സിലായി. ഭയങ്കര ഒരു കാര്യത്തിൽ ഇങ്ങനെ കൺസേൺ ആയ അത് തന്നെ ചേട്ടാ അത് തന്നെ സംസാരിക്കും. വേറെ മാറ്ററിലേ പോകില്ല. ചിലപ്പോൾ വേറെ കാര്യം പറയാനായിരിക്കും ബാബുരാട്ടൻ വിളിക്കുന്നത്, പക്ഷെ ഇതിലേക്ക് അതിലേക്ക് വരും. അപ്പൊ അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ നവാസ് ഭായി ആണെങ്കിലും നവാസ് ഭായി ഭയങ്കര ജെന്യൂനായ ഒരാള്. ഓതേ നോണ പറഞ്ഞ അപ്പം കയറി വരും. ഭയങ്കര ആ മലബാറിന്റെ നന്മയില്ലേ, അത് ആ പുള്ളിനെ വെച്ച് പരസ്യം ചെയ്യാ. കറക്റ്റാണ് ചേട്ടാ. എന്ത് ആലോചനയിലാണോ? അല്ല, ഞാൻ മലബാറിന്റെ നന്മയിലേക്ക് പോയതാണ്. അല്ല അത് ചില നന്മ എന്ന് പറഞ്ഞിട്ട് എന്തോ എണ്ണയോ എന്തൊക്കെ സാധനം ഉണ്ടല്ലോ, നന്മ. അത് മിൽമ, കേരളം കണിക്കൊണ്ടിരുന്ന നന്മയാണല്ലേ. ഇത് നവാസ്. പിന്നെ കുറ്റിമൂട്. അയ്യോ, അത് ആട് 3 ആണ് ഞങ്ങളുടെ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഈ ഒരു ബഹളം കാണുമ്പോൾ തന്നെ സെറ്റിൽ അപ്പം ഇതേ ഒരു എനർജി ആയിരുന്നു? അതോ സെറ്റിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ ക്യാരക്ടറായി അങ്ങനത്തെ ഒരു സെറ്റപ്പാണോ? ക്യാരക്ടറായൊക്കെ വരാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തള്ളി മറിക്കുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് ക്യാരക്ടറിൽ നിന്ന് 10 ദിവസമായിട്ട് പോരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ ജഗതിച്ചേട്ടനൊക്കെ എന്തൊക്കെ ജഗതിച്ചേട്ടനൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ എടാ ഇതിന്റെ കഥ ഓക്കെ, അപ്പോഴേക്കും മറ്റേ മീശയെ കുത്തി ഓക്കെ, അത് കഴിഞ്ഞാൽ അത് ഊരിയിട്ട് അടുത്ത പടത്തിലേക്ക് പോവാ. ഒരു ദിവസം 3-4 സിനിമകൾ ചെയ്യുന്ന ആളാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ 5 ദിവസം തന്നെ അത് ക്യാരക്ടർ തന്നെ ഇത് ചെയ്തെന്ന് പറയുന്നത് എനിക്കറിയില്ല എന്താണെന്ന്. ഇതിനകത്ത് ഇപ്പോൾ നമ്മളവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ദിവസം സാധാരണ 2 സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവർ മാക്സിമം ഇങ്ങനെ 3 സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യം. സത്യം. ഞാൻ ബിബിനെ ഫസ്റ്റ് കാണുന്നത് ബിബിന് സ്കൂട്ടർ ഓടിച്ച് മാറ്റാൻ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ബിബിനോട് ബിബിനെ എന്തൊരു, കാരണം ഇത്ര ഉള്ളൊരു ബണ്ടിന്റെ ഇടയിൽ കൂടിയാണ് വന്നത്. പുള്ളിയുടെ ഒരു ഫിസിക്കൽ ഇത് വെച്ചിട്ടേ എനിക്കാണ് ടെൻഷൻ. എന്നിട്ട് വന്ന് തിരിച്ചും മറ്റേ കാലൊക്കെ കുത്തി അത് ബാലൻസ് ചെയ്തൊക്കെ. അയ്യോ, ഞാൻ ഫസ്റ്റ് വന്ന് ബിബിനോട്
സമ്മതിച്ചതുണ്ട്. കാരണം ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ ഫൈറ്റിന്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അയ്യോ അപ്പമാരെ ഭയങ്കര സ്പിരിറ്റാണ് ഈ സംഭവം. കാരണം നമുക്ക് അവരുടെ പ്രത്യേകത തോന്നുമല്ലോ. കാരണം ബിബിന് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമേ പോയി പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാർ. ഞാൻ പറഞ്ഞത് മോനെ അതില് വരുമ്പോ സൂക്ഷിക്കണം. ആ വണ്ടേ ഇയാൾ സ്കൂട്ടർ ഓടിച്ചിട്ട് 1 സെക്കൻഡ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് എങ്ങോട്ടോ പോയാൽ അതിനകത്ത് കിടക്കുന്ന അവസ്ഥയിലാണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കാലുകുത്താൻ പറ്റൂലല്ലോ. ഞാൻ 1 കൊല്ലത്തോളം സൈക്കിള് ചെറുപ്പത്തില് 5ാം ക്ലാസ്സിൽ തുടങ്ങി സൈക്കിൾ വിട്ട് പഠിച്ചിട്ട് 1 കൊല്ലം വീണ്. കാരണം ഇത് ഇടത്തോട്ടായ ചക്ക വെട്ടി വീഴണല്ലോ ഇങ്ങനെയാ. ഞാന് പിന്നെ ഞാൻ പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവാത്തോണ്ടാ. കാലൊരെണ്ണം കുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതനുസരിച്ചിരിക്കണം. അപ്പൊ ഞാനാണെങ്കിൽ ഭയങ്കര കടിച്ചു പിടിച്ച മുഖത്തോട് ഇരിക്കുമ്പോ എന്റെ ഫ്രെയിമിൽ നിന്നാണ് ഇതിങ്ങനെ പോയിട്ട് ഇയാളുടെ വരവ്. പക്ഷെ എന്റെ മുഖത്തെ ദൈവം എങ്ങനെ അതിൽ കൂടെ വരുമെന്നുള്ള ഈ സംഭവം. എന്നിട്ട് ഞാൻ ഇത് എന്റെ ഇവിടുന്ന് ക്യാമറ തിരിഞ്ഞു നോക്കുമ്പോ ചെത്തി ഇത്ര രീതിയിലുള്ള തീ കൂടെയാണ് ഈ ഓടിച്ചിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് പറഞ്ഞ സംഭവം അതാ. കാരണം നമ്മള് ഈ ഇതിനകത്ത് കണ്ടമാനം അപകടങ്ങൾ പറ്റിയിട്ടുള്ളത് കൊണ്ടൊക്കെ ഞാൻ അതേ കുറിച്ചാണ്. ശരിക്കും വലിയൊരു കോംപ്ലിമെന്റ് ആണ്. കാരണം എനിക്കൊന്ന് ആക്ഷൻ ഏറ്റവും കൂടുതൽ മറ്റേ ലോറിയുടെ മോളെ താഴത്തേക്ക് വീഴുന്നു, ബിൽഡിംഗിൽ നിന്ന് വീഴുന്നു അല്ലേ? എന്റെ രണ്ട് കൈ ഓടിച്ചിട്ടുള്ളൂ. എന്റെ കൈ ഇത്ര നിവരുള്ളൂ. അതെ, എന്റെ കൈ ഇത്ര നിവരുള്ളൂ. കണ്ടോ ഇതിങ്ങനെ ഒരു വളവാ 2 കൈയും. ഈ ദിലീപിന്റെ ദോസ്ത് എന്ന് പറഞ്ഞ പടത്തില് ആംബുലൻസിന്റെ മോളിൽ നിന്ന് താഴെ വീണിട്ട് 2 കൈയും ഒടിഞ്ഞ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് ശ്രദ്ധിക്കുന്ന ഇതാണ്. ഇപ്പൊ ആ സമയത്തൊക്കെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് വില്ലനായിട്ട് തന്നെ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ആക്ഷനോടൊരു എന്താ പറയുക ഒരു മടുപ്പ് എപ്പോഴെങ്കിലും ചേർന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഭക്ഷണത്തോട് മടുപ്പ് തോന്നുമോ? ഇല്ലല്ലോ. നമുക്ക് മാറ്റി പിടിക്കണല്ലേ തോന്നുള്ളൂ. എന്ന് പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഡെയിലി പുട്ടും കടലും വേണ്ട, നന്ന് ഇഡ്ഡലി കഴിച്ചേക്കാം, അല്ലെങ്കിൽ ഇന്ന് കാലത്ത് ബ്രെഡും എന്ന് പറഞ്ഞ പോലെ നമുക്ക് അറിയില്ല. മാറ്റി, അതായത് വേറൊരു മാസ്റ്ററുടെ കീഴില് അല്ലെങ്കിൽ വേറൊരു ഇത് എന്നൊക്കെ വെച്ചിട്ടുള്ള. പക്ഷെ ഇന്നിപ്പോ കുറച്ചും കൂടി നമുക്ക് ഭയങ്കര റിസ്ക് ഫാക്ടർ കുറഞ്ഞു. ഇന്നിപ്പോ അത്രയും ഭയങ്കര ഇതായിട്ടാണ് കാര്യം നടക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ സമയത്ത് അങ്ങനെ അല്ലല്ലോ. നമ്മുടെയൊക്കെ സമയത്ത് ഇത് നമ്മളൊരു എയറിലൊക്കെ പോകുന്നത് വെറുതെ ഒരു തോർത്ത് കെട്ടിയിട്ട് അതിലൊരു കുളത്തിടാ. അയ്യോ തോർത്തിങ്ങനെ കെട്ടും. എന്നിട്ട് നമ്മളെ കുളത്തിട്ട് പൊക്കി കഴിഞ്ഞാൽ മോളിൽ ശ്വാസം ഉണ്ടാവൂല. ഇതിങ്ങനെ അങ്ങോട്ട് വന്ന് ഇതാവൂല. അങ്ങനെയാണ് അന്ന് മോളിൽ നിന്നൊക്കെ ഉള്ള സംഭവം. ക്രെയിൻ കൊണ്ട് അന്ന് വെച്ചാൽ ഈ റോപ്പുകൾ മറ്റേ മാറ്റല് വലിയ പണിയാന്ന്. ഇന്നിപ്പോ മറ്റേ ഫോർമാറ്റ് ഇതായപ്പോഴേക്കും ഒക്കെ നമുക്ക് മാറ്റാലോ. അന്ന് ഈ സാധനം ഭയങ്കര കോസ്റ്റ്ലിയാ. അപ്പൊ അതുകൊണ്ട് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ചാടുന്നതൊക്കെ നെറ്റിലേക്കാണ്. നെറ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കല്ല. എന്നിട്ട് നമ്മൾ 4ാം നിലയുടെ മോളിൽ നിന്ന് അങ്ങനെ ചാടും. അതിനുശേഷം 2ാമത് വന്നത് അട്ടപ്പെട്ടി വെക്കും. ഓർക്കണ്ട, നമ്മുടെ ബോക്സ് ഇല്ലേ, കാലി ബോക്സ്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ബെഡ് വിടും. അപ്പൊ നമ്മള് ചാടുമ്പോ നമ്മുടെ ഷോക്ക് പറഞ്ഞ് അതാണ് സെക്കൻഡ് ഇത്. അപ്പം അതിനുശേഷം ഞാൻ നോക്കുമ്പോ ബലൂൺ. ഞാൻ തമിഴ് പടത്തിന് പോയപ്പോഴാണ് ബലൂണിന്റെ മാസ്റ്റർ ഒന്നുമില്ല ചാടി. ഇപ്പം നമ്മൾ വീഴ്ചയോട് കൂടി തന്നെ ഇതിന്റെ ഇറങ്ങ് പോകും. 2ാമതും ചാടാൻ കൊതിയോ നമുക്ക് ഒന്നുകൂടി ചാടാൻ. അത് മാറിയില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഫൈറ്റ് തന്നെ ആയാലും ഇപ്പൊ നമ്മളിപ്പോ പണ്ടൊക്കെ നമ്മള് ഭയങ്കര ഫിസിക്കലി നമ്മള് താല കുത്തിയൊക്കെ മറിഞ്ഞ് ഇപ്പൊ ഒന്നുമില്ല. എല്ലാം റോപ്പായതിനു ശേഷം വളരെ ഈസിയാണ്. പക്ഷേ ഞാൻ വീണ്ടും എടുത്തു പറയണം, പക്ഷെ ഈ റിയൽ ഫൈറ്റും റോപ്പ് ഫൈറ്റും നമുക്ക് മനസ്സിലാവും, ഓഡിയൻസിനും മനസ്സിലാവും. അയ്യോ ഇപ്പൊ നമ്മളിവിടെ റോപ്പിലേക്ക് വരുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റിയലിസ്റ്റിക് സാധനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം റിയലി കാണിക്കുന്ന ഒരു അധ്വാനം ഒരിക്കലും നമുക്ക് റോപ്പില് കിട്ടൂല. കാരണം നമ്മൾ ചാടി വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അത് നമ്മുടെ ഓഡിയൻസ് പിള്ളേരും പെട്ടെന്ന് പിടിക്കും. അത് മറ്റേ റോപ്പിലല്ലേ എന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര ആണല്ലേ. വിസ്മയ പറയൂ, എങ്ങനെയായിരുന്നു ഇവരുടെ കൂടെ ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഇവരുടെ കൂടെ എന്ന് പറഞ്ഞാല് ഇവരെല്ലാരും ഭയങ്കര സീരിയസ് ആക്ടേഴ്സ് ആണ്. അവരുടെ ക്രാഫ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആക്ടേഴ്സ് ആണ് ഇവരെല്ലാവരും. അതിന്റെ ഇടയിൽ ഞാൻ പോയപ്പോ തന്നെ ആകെ ഭയങ്കര ആദ്യം എക്സൈറ്റഡ് ആയിട്ട് പോയ ആളായിരുന്നു. പക്ഷെ ഇവരുടെ ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് നെർവസ് ആയി. പിന്നെ ഓൾറെഡി ക്യാമറ ഫിയർ ഒക്കെ ഉള്ള ആളാണ്. പിന്നെ ഈ പ്രണയരംഗം അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബിബിനുമായിട്ട്? അതിൽ ബിബിൻ ചേട്ടൻ എല്ലാം കൂളാക്കി അതൊക്കെ ഹെൽപ്പായി. സെറ്റിൽ ഏറ്റവും സൈലന്റ് വിസ്മയായിരുന്നോ? കാരണം ഇവര് കുറെ ഇങ്ങനെ സംസാരിക്കണോണ്ട് വിസ്മയ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന പോലെ തോന്നുന്നാണോ, അത് പൊതുവെ കുറച്ച് സൈലന്റ് ആണോ? ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ ഇവരോടായിട്ട് ആദ്യത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ ഒരു പബ്ബിൽ വെച്ചാണ് ആ കുട്ടി ആദ്യമായിട്ട് പറയുന്നത് ഞാൻ ഇൻട്രോവേർട്ട് ആണ്. ആരോടോ പറഞ്ഞു. അത് കിട്ടിയില്ല. പറഞ്ഞു. ടെൻഷൻ ഉണ്ടായിരുന്നോ?
ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ ടെൻഷൻ. വലിയ വലിയ ആക്ടേഴ്സിനെ കാണിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ബിബിജേന്റെ കൂടെയായിരുന്നു കൂടുതലും കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ആളെല്ലാം കൂളാക്കും. ആള് തന്നെ പറയും ഓക്കെ പേടിക്കണ്ട. പിന്നെ ആള് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞുതരും. ഓ കാലത്ത് ചേട്ടൻ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നേരത്തെ പറഞ്ഞത് എംപതി, ഒരു ആക്ടറിന് എംപതി ഉണ്ടാവണം, സിമ്പതി ഉണ്ടാവണം. സോ അത് ആള് പറഞ്ഞൊരു ടിപ്പ് എനിക്ക് നല്ലതായിരുന്നു. ഹെൽപ്പ് ചെയ്തു. ബാബുരാജേട്ടനായിട്ട് സീൻ ഉണ്ടായിരുന്നു. ഞാനുമായിട്ടുള്ള സീനുകളൊക്കെ ഭയങ്കര പുറത്ത് പറയാൻ കൊള്ളാത്ത. അപ്പൊ വില്ലൻ റോളാണോ ചേട്ടാ ഇതില്? വില്ലൻ റോളാണോ? ഇല്ലല്ല, ഈ വില്ലൻ എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ഒരാള് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറയട്ടെ, പണ്ട് നസീർ സാറും KP ഉമ്മർ സാറും അവർ ചെയ്യുന്ന പടത്തിനകത്ത് രണ്ടുപേരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിയാ അല്ലേ? ഇപ്പൊ ഈ ഒരു ചിലപ്പോ ഷീലാമ്മയുടെ പ്രശ്നത്തിനോ അല്ലെങ്കിൽ ജയമാരി ചേച്ചിയുടെ പ്രശ്നത്തിനായിരിക്കും ഇത് തന്നെ. ഇപ്പൊ ഇത് വില്ലന്റെ ഹീറോ ഉണ്ടെങ്കിൽ ചെയ്യുന്ന പോലെ ഇതൊക്കെ തന്നെയാണ്. അതെ, അതായത് ലോകത്ത് ശരിയും തെറ്റൂല എന്ന് പറയില്ലേ? എന്റെ ശരി തന്റെ ശരി, ശരികൾ തമ്മിലുള്ളതാണ് പ്രശ്നം. അല്ലെ? എന്റെ ജഗത്താൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ ജഗത്താനും ഒക്കെ ആകാം. അതിലൊന്നും യാതൊരു ഇല്ല. നമ്മൾ ചെയ്യുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എന്റെ ശരികളാണത്. നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് ശരിയല്ലാമായിട്ട് തോന്നും. അതെ. ഇപ്പൊ എപ്പോഴും ഞാൻ ചേട്ടനെ കാണുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറയില്ലേ സൽമാൻ ഖാനെ ഇങ്ങനെ നമ്മൾ ഒരേ ഒരു ബോഡി ഇതിലേക്ക് നമ്മൾ കാണുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സൽമാൻ ഖാനെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതേപോലെ വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പൊ ഞാൻ ചേട്ടനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു 1-ാം തീയതി സാധനം കിട്ടാതിരിക്കുമ്പോഴാ പറഞ്ഞു. അപ്പം നമ്മുടെ പൊതുവേ ഉള്ളത് വെച്ച് 2 രീതിയിലാണ് ആൾക്കാർ. പുള്ളിയുടെ അഭിപ്രായമല്ല, കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി റെപ്രസെന്റേറ്റീവ്. അത് 2 ടൈപ്പിലാണ് ആൾക്കാർ ജീവിക്കും. ഒന്നാണെങ്കിൽ ഭയങ്കര ഡയറ്റ് നോക്കി സ്ട്രിക്റ്റ് അങ്ങനെ മറ്റേ ഒരു വേറെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഫുള്ള് എൻജോയ്. പക്ഷെ ചേട്ടൻ അതിന്റെ ഒരു ബാലൻസിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നതിന്റെ ഒരു രഹസ്യം എന്താണ്? എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെ ഈ കള്ളുകുടി കൊണ്ടുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുക. എല്ലാവരും പേരും ഞാൻ ഭയങ്കര കള്ളുകുടിക്കാരനാണ്. ബേസിക്കലി കള്ളുകുടിക്കാരനുമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ചേട്ടാ എങ്ങനെയാണ് അത് ശാസ്ത്രീയമായിട്ട് കുടിക്കാൻ പറ്റുന്നത്? ഒരു സമയം കിട്ടിയ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നുള്ള സാധനത്തിൽ നിന്നാണ് അത് വന്നത്. സോൾട്ടറിന്റെ. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഇവിടെ നമ്മുടെ ഈ മെട്രോയില് ഏറ്റവും വലിയൊരു ബിവറേജ് ഓപ്പൺ ചെയ്തു, അറിഞ്ഞില്ല നിങ്ങളെല്ലാം? ഭയങ്കര AC-യും ഇതുമൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന്റെ തുടക്കത്തില് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അതിന്റെ കാര്യം കൂടി പ്രഷറിലേക്ക് പങ്കുവയ്ക്കുക. അപ്പൊ ഈ K. ബാബു ചേട്ടൻ മറ്റേ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്, എന്താണ് എക്സൈസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ തൊടുപുഴയിൽ 2012 തൊടുപുഴയിൽ ഒരു തിയേറ്റർ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബാബുചേട്ടൻ എനിക്ക് RIC പഠിക്കുമ്പോഴേ അറിയാം. മന്ത്രി അവിടെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എല്ലാവരും കുടിയന്മാർക്ക് അന്നതൊരു വലിയൊരു എല്ലാവരും പറയണ ഒരു ഇതാണല്ലോ, കുടിയന്മാർക്ക് ചോദിക്കാനും പറയാൻ ആളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കാനും പറയാൻ ആളുള്ളത് കൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു AC സംഭവം ഉണ്ടാക്കി തരണം. ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ ഇത് ഈ ക്യൂ നിന്നും മടുത്ത് മടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ബാബുച്ചേട്ടൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്, നീ പറഞ്ഞത് ഇതാണ്, ഞങ്ങളത് ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾ തിരുവനന്തപുരത്ത് അതൊരെണ്ണം തുടങ്ങാൻ പോകണമെന്ന് 2012 പിന്നെ അതിപ്പോ മാറി പല സ്ഥലത്ത് പോയി. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ലോകനാഥ് ബെഹ്റ അദ്ദേഹം അവിടെ തുടങ്ങിയ സാധനം കണ്ടപ്പോ പോയി കണ്ടിരുന്നോ? ഇല്ലില്ല. ഗംഭീരമായിട്ടുള്ള സാധനം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മളിൽ നിന്നാണല്ലോ ഇതിന്റെ ഒരു തുടക്കം. അപ്പൊ ഇപ്പൊ അതിലേക്ക് വരാം. ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാം മമ്മൂക്കയുടെ ഒരു സാധനമാണ് കടമെടുക്കുന്നത്. ഇഷ്ടമുള്ളതെല്ലാം ആകാം, പക്ഷെ ഇഷ്ടമുള്ള അത്രം പാടില്ല. അതാണ് മമ്മൂക്ക പറയുന്നത്. ഇഷ്ടമുള്ളതെല്ലാം ആകാം, പക്ഷെ ഇഷ്ടമുള്ള അത്രം ചെയ്യരുതെന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ എല്ലാം ലിമിറ്റഡ് ആയിട്ട്. ഈ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രസ്ട്രേഷനൊക്കെ വന്നിട്ട് നമ്മൾ 4 അടിക്കുന്നു. കാലത്ത് 5:30 മണിയാകുമ്പോൾ കുറ്റബോധം കൊണ്ട് എഴുന്നേൽക്കുന്നു, ഓടി ജിമ്മിൽ പോകുന്നു, ഒരു 2 മണിക്കൂർ അത് വേർപ്പിച്ച് കളയുന്നു. അങ്ങനെ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ ഔട്ട് ഓഫ് ദ ബോക്സ്, ഇപ്പൊ ഈ ബാറ് 12 മണിക്ക് തുറന്നതിലും ചേട്ടന് വല്ല കയ്യണ്ട? ഇല്ല. നമ്മളൊക്കെ 10 മണിക്ക് കിടന്ന് ഉറങ്ങണ ആളല്ലേ. നമുക്ക് ഞാൻ 10 മണി 10:30 മണി എന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും. അതെയോ? നേരത്തെ എഴുന്നേക്കും? എനിക്കത് 5:30 5:45 എനിക്ക് അതിന് ശേഷം ഉള്ള കമ്പനികളൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഒരു സൂര്യൻ അങ്ങോട്ട് താണുകൊണ്ടിരിക്കുമ്പോ 2 അടിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു. ഇനി 2.5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞപ്പോ നമുക്ക് വട്ടാണല്ലോ. ഇപ്പൊ രാത്രിയൊക്കെ ഷൂട്ടിങ് വെച്ച് കഴിഞ്ഞാല് 6:30 മണി 7 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളൊന്നിങ്ങനെ ഈ ജോഷി സാറത്ത് അടി പറയണ പോലെ നമ്മള് എത്ര മണി വരെ പോവും. കാരണം എനിക്കൊരു 6 to 7 കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാനുള്ള മൂടില്ല. എന്താന്നറിയില്ല. അതാണ് അതിന് നിങ്ങൾ ചോദിച്ചതിന്റെ
ആ ഡിസിപ്ലിനും കൂടിയാണ്. തീർച്ചയായിട്ടും ഞാൻ ചേട്ടൻ രാവിലെ എന്റെ ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞില്ല 5 മണിക്ക്. അല്ല അതേ ഞാൻ പറയാം, എനിക്ക് 5:30 മണിയാകുമ്പോൾ കുറ്റബോധം വരും. കാലത്ത് എണീക്കുന്ന കുറ്റബോധം, ഓഹ് എന്നുള്ളത് കഴിക്കണ്ടായിരുന്നു പറഞ്ഞിട്ട് ചാടി എന്നിട്ട് അവിടെ പോയി അതങ്ങ് ഫ്രഷ് ആകാം. വൈകിട്ട് വീണ്ടും 3 മണിയാകുമ്പോൾ ഈ സെയിം സാധനം വരും. ലോകത്ത് ഇത്രയും ഇഷ്ടമുള്ളൊരു കുറ്റബോധം. സൂര്യൻ ഇങ്ങനെ താഴേക്ക് പോണ കാണുമ്പോ ഓഹ് ദൈവമേ പാവം, അതിന്റെ ജോലി കഴിഞ്ഞ് താഴേക്ക് പോവല്ലേ. അപ്പൊ സോഡോടൊരു ഇഷ്ടം വരും, തണുത്ത സോഡോട്. ഈ കുട്ടിക്ക് എന്തോ ഒരു ഉണ്ട്. ഈ ആള് മറ്റേ ബാംഗ്ലൂർ അല്ല മുഖത്ത് അതിനോടുള്ള ഒരു ചാരിതാർത്ഥം വിഷ്വലേ നോക്കുമ്പോ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞ വോൾവോ ബസിന്റെ ഒക്കെ ചില്ല് പോലെ ഇരിക്കുന്ന അല്ലേ? ഇവിടെ നോക്കുമ്പോ ഗ്ലാസ് അങ്ങനെ വലിപ്പം തോന്നുന്നു. എന്റെ മുഖം കുറച്ച് വലുതായോണ്ട് വലിയ ഗ്ലാസ്. പക്ഷെ ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, ദുഃഖകരമായ ഒരു കാര്യം. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവിടെ കുടിയന്മാരുണ്ടാവില്ല, എഴുതി വെച്ചോ. ബാറുകളും പൂട്ടിപ്പോവും. കാരണം യങ്സ്റ്റേഴ്സ് ആരും കുടിയിലേക്ക് ഇല്ലല്ലോ. നിങ്ങളൊരു ഒരു ബാറിൽ അവിടെ പോയിട്ട് ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു കുടിയന്മാരെ അല്ലെങ്കിൽ അവരെ കാണിച്ചു തരാൻ പറ്റില്ല. ഒരു 30 വയസ്സിന് മേലേക്കുള്ളവരുള്ളൂ. അതിന് താഴേക്കുള്ളവർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമില്ല. നമ്മളൊക്കെ ഇപ്പൊ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരാളെ കൂട്ട് കിട്ടാൻ വേണ്ടി നിൽക്കേണ്ടി വരും, ആരും ഇല്ല. കുടിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. വേറെ ഉണ്ട്. കുടിക്കാൻ ഒരാളെ കിട്ടാണ്ടാവും. ഈ ഇപ്പൊ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന ബാറുകളെല്ലാം പൂട്ടേണ്ടത് വരും, എഴുതി വെച്ചോ. 10 വർഷത്തിനുള്ളിൽ ഇനി ഒരു 12 മണി വരെ അല്ല, വെളുപ്പിന് 4 മണി വരെ തുറന്നു വെച്ച ഒരാളെ കിട്ടില്ല കേരളത്തില്. അപ്പൊ നമ്മുടെ സമയ പരിമിതി മൂലം നമ്മുടെ ഇന്റർവ്യൂ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ICU സിനിമയെ പറ്റി എന്താണ് ചേട്ടാ പറയാൻ? ICUവിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ ഇത് നമ്മുടെ ഒരു നൊയമ്പ് കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പലരും തിയേറ്ററിലേക്ക് വരാനുള്ള മതപരമായ പക്ഷെങ്കിലും കഴിയുന്നവർ ഈ സിനിമ വന്ന് കാണുക. അതിനകത്ത് കൊടുത്ത കാശിനുള്ള മുതലുണ്ട്. ഈ ഒരു മാസവും സിനിമ നിന്ന് പോകണം അല്ലേ? നമുക്കൊക്കെ വീണ്ടും ഇതുപോലുള്ള സജീവമാകണം. അതുകൊണ്ട് സിനിമ കാണുക. OTT വരാൻ ഇന്റർവ്യൂ ചെയ്യണം ഞങ്ങള് അല്ലേ? ഇനിയും സൂര്യന്റെ അസ്തമനത്തെ കുറിച്ച് പറയാൻ കിടക്കുന്നു. വീണ്ടും 1 മണിക്കൂറുള്ള സൂര്യനസ്തമിക്ക് 1 മണിക്കൂർ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.